Let's welcome Ribi Edathua. Welcome to Flowers Comedy Item Air. അപ്പോൾ എടത്തുവെന്നാണ് റിബി ചേട്ടൻ വരുന്നത്. എന്താണ് പ്രൊഫഷണലി മിമിക്രി തന്നെയാണോ ചെയ്യുന്നത് അതോ ജോലി ചെയ്യുന്നുണ്ടോ? പ്രൊഫഷണലി ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും മെയിൻ ആയിട്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആഹാ, ഓക്കെ, അടിപൊളി അടിപൊളി. അവിടെ എടത്തുവായി തന്നെയാ? എടത്തുവ തന്നെ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോകാം. അവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഓക്കെ. റിബി എന്തൊക്കെയാ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട് റിബി? വീട്ടില് വൈഫുണ്ട്, മോനുണ്ട്. ഞങ്ങളിങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ഓട്ടോ ഡ്രൈവിങ്ങും മിമിക്രി എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കുടുംബം കൊണ്ടുപോകുന്നു. അതെ. എന്തൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ? എന്താ റിവ്യൂ വന്നിരിക്കുന്നത്? റിവ്യൂ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, എന്നോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ പറയുന്നതാണ് സുരേഷ് ചേട്ടൻ്റെ പേര്. സുരേഷ് ചേട്ടനാണ് ഇന്ന് തുടക്കം. അദ്ദേഹത്തിന്റെ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ നമുക്ക് ആ സ്പീച്ച് ഉണ്ട്, സ്റ്റേജിലുള്ള ആ സ്പീച്ച് യാത്രകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, പുതിയൊരു സ്ഥലത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, പുതിയ ഭക്ഷണം, അതൊക്കെ നമ്മളെ തന്നെ പുതുതാക്കിക്കൊണ്ടിരിക്കും. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിലെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റാണ് അല്ലേ? പോയി മടങ്ങി വരാനൊരു വീടോ പോയ വിശേഷങ്ങൾ പറയാനൊരാളോ ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരർത്ഥമില്ല. ആരോടെങ്കിലും വഴക്കിട്ടോ ഒഴിവാക്കാനോ യാത്രകൾ ചെയ്യരുത്. ഞാനും ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. റിബി സുരേഷിന്റെ ലൈവ് വോയിസ് ഒക്കെ ചെയ്യുമോ സാധാരണ? സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹരമാണ്. എന്നോട് ചോദിക്കുകയാണ്, റബി പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എന്നെയാണോ ഇഷ്ടം സുരേഷ് ചേട്ടനെയാണോ? ഞാൻ സുരേഷ് ചേട്ടനെയാണ് ഇഷ്ടം. മാത്രമേ ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈവ് പറയുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് നമ്മുടെ വേദിയിൽ വന്ന് അതെ. നമസ്കാരം സർ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വെയർ. ഒരുപാട് സന്തോഷം. ഇത് ഐറ്റം വേറെ. അതെ 500 എപ്പിസോഡ് പിന്നിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനകീയ പരിപാടി. യെസ് സർ, അതെ. ഞങ്ങൾക്ക് ഇവിടെ 3 കാര്യക്കാരൊക്കെ ഉണ്ട്. നസീറൊക്കെ ഉണ്ട്, മീനാക്ഷി പരിചയപ്പെടുത്തണ്ട. എല്ലാരും അറിയാം. അവരെന്റെ പിള്ളേരാ. കാരണം മാ എന്ന് പറയുന്ന സംഘടനയുടെ 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് എപ്പോഴും തരും. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് സുരേഷിന് എന്താണ് അവിടെ റോളെന്ന്. ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പല മിമിക്രി കലാകാരന്മാരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം ഒരു 40 കൊല്ലമെങ്കിലുമായി ഇവരെല്ലാവരും എൻ്റെ ശബ്ദം. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് കയറിയിരിക്കാം. പ്രചോദ പറയട്ടെ, ഇല്ലെങ്കിൽ മീനാക്ഷിക്ക് എന്തെങ്കിലും പറയാം? ഒന്നും പറയാനില്ല സർ. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അടിപൊളി. ഒന്നും പറയാനില്ല അല്ലേ? റിബി ആദ്യം പറഞ്ഞതിനേക്കാൾ ഇത് പത്രമാറ്റ്. ഞാൻ പറഞ്ഞല്ലോ പ്രചേട്ട, ഒത്തിരി ജീവനാണ് സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒത്തിരി ജീവനാണ്. അയ്യോ, പേഴ്സണലി. അടുത്തത് ബാലചന്ദ്ര മേനോൻ സാർ. അടിപൊളി. അപ്പോൾ അദ്ദേഹത്തിന്റെ സമാന്തരങ്ങൾ എന്ന് പറയുന്ന ചിത്രം ഒരു വെറൈറ്റി ആയിരുന്നു അദ്ദേഹം ചെയ്തത്. അതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മേനോൻ സാർ ഇപ്പോൾ ഒരുപാട് കാലത്ത് ശേഷം പ്രതിച്ഛായ എന്ന് പറഞ്ഞ പടത്തിൽ ഉഗ്ര വേഷമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമാന്തരങ്ങളിൽ അവാർഡ്. മോനെ, കൃത്യമായി പറഞ്ഞാൽ 26 വർഷം മുമ്പുള്ള കഥയാ. 26 വർഷം മുമ്പ് രാജപാളയം റെയിൽവേ സ്റ്റേഷൻ അറിയാമോ? അവിടെ എൻ്റെ പൊന്നു മോനെ പ്രസവിക്കുന്നതും കാത്ത് ഈ ബാപ്പ നിസ്കാരപ്പായി നിസ്കരിച്ചൊറ്റ ഇരിപ്പാ. ആ ഒരു കാത്തിരിപ്പ് വെച്ച് ഇത് എനിക്കൊരു കാത്തിരിപ്പല്ല. നന്നായി വരും എൻ്റെ പൊന്നു മോൻ, നന്നായി വരും. പിന്നെ തമിഴകത്തേക്ക് പോയാലോ? തമിഴകത്തേക്ക് പോയാൽ ഉലക നായകൻ കമൽ സാർ, കമൽ അദ്ദേഹത്തിന്റെ വോയിസാണ്. அனைவருக்கும் வணக்கம். பொதுவாக நான் இந்த மேடைக்குமே போனது கிடையாது, இந்த விழாவிலையுமே கலந்தது கிடையாது. அப்புறம் இந்த மாதிரி ஒரு அற்புதகரமான மேடைக்கு வந்திருக்கிறது ஏனென்றால் மக்கள் நீதி மையம். அதை பற்றி 2 வார்த்தைகள் சொல்கிறதுக்காக வந்திருக்கிறேன்.
மக்களுக்கு சாதகமாக யார் இருக்கிறார்களோ அவருக்கு சாதகமாக மக்கள் நீதிமயம் உண்டு. இது என்னுடைய வாக்குறுதி. நன்றி, வணக்கம். കമൽ സാറ് വരുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ വരണമല്ലോ. പിന്നെ വരണം. അപ്പോൾ അദ്ദേഹം ലൈവായിട്ട് വന്ന് നമ്മളോട് സംസാരിക്കാം. வருகை தந்திருக்கும் என்னுடைய அன்பான சகோதரர்களே, தாய்மார்களே, எல்லோருக்கும் என்னுடைய வணக்கம் தெரிவிச்சுக்கிறேன். எல்லாரும் கேட்டாங்க, அரசியலுக்கு வர லீட் அப்படின்னு கேட்டாங்க. நான் சொன்னேன், இங்கே சந்தோஷம் இருந்தா அரசியல்லையும் சரி, சினிமாலையும் சரி, வாழ்க்கையிலும் சரி, எல்லா இடத்துலையும் சந்தோஷம் தான். இங்கே சந்தோஷம் நிம்மதி இல்லைன்னா எங்கேயும் இல்லை. கண்ணா ஒன்று மட்டும் ஞாபகம் வச்சுக்கோங்க, வாழ்க்கையில் குறைக்காத நாயும் இல்லை, குறை சொல்லாத வாயும் இல்லை. சுருக்கமாக சொல்ல போனா இது ரெண்டும் இல்லாத ஊரே இல்லை. അങ്ങനെയാണെങ്കിൽ വിജയ് ചെയ്യുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും വിജയ് ഈ പറഞ്ഞ പോലെ നേരത്തെ സുരേഷ് ഏട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, തമിഴകത്ത് നിന്ന് ആരെന്ന് വിജയ് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വോയിസ്, അദ്ദേഹം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് കുറച്ചുകൂടെ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേഞ്ച് വോയിസ്. எல்லாருக்கும் வணக்கம். இந்த வருகை தந்திருக்கின்ற என்னுடைய நண்பிகளுக்கு எல்லாருக்கும் வணக்கம். கொஞ்ச நாளுக்கு முன்னாடி எல்லாரும் சொன்னாங்க ஒரு தேர்தல் வருதுன்னு சொன்னாங்க. என்னை பொறுத்த வரைக்கும் தேர்தல் கிடையாது, இது ஒரு அரசியல் யுத்தம். தீய சக்திக்கும் தூய சக்திக்குமான அரசியல் யுத்தம். அவங்க கொடுப்பாங்க, டிவியை கொடுப்பாங்க, லேப்டாப்பை கொடுப்பாங்க, பணத்தை கொடுப்பாங்க, வாங்கிக்க, பிரச்சனை இல்லை. எவன் வீட்டு சொத்து கிடையாது, உங்க பணம் தான், எந்த பிரச்சனையும் இல்லை. ஆனால் ஓட்டு மட்டும் சிந்தனையோட செய்யுங்க, விசிலுக்கு போடுங்க, யோசிச்சு பண்ணுங்க, இல்லைன்னா அடுத்த 5 வருஷம். அதனால தான் சொல்றேன், என் நெஞ்சில் குடியிருக்கும். അടിപൊളി. റിബി ഷമിച്ചേട്ടൻ്റെ വോയിസ് ചെയ്യല്ലേ? ഷമിച്ചേട്ടൻ്റെ വോയിസ് ചെയ്യുമായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യൂ പ്ലീസ്. പുറമേ നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ വെറുത്തു പോവും. എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോവും. രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കണ്ടേ? ചേട്ടാ അടിപൊളിയായിരുന്നു. അതായത് ഇത്രയും പേരെ അവതരിപ്പിച്ചു. ഞാൻ ഒരുപാട് പേരെ സുരേഷ് സാറിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ്റെത് സ്പെഷ്യൽ ആയിരിക്കും. താങ്ക് യു. ഒത്തിരി സന്തോഷം.